50 വയസ്സിലും മുടി നരയ്ക്കത്തില്ല. എത്ര നരച്ച മുടിയാണെങ്കിലും കട്ടക്കറുപ്പാക്കാൻ ഈ പൊടിയിൽ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കൂ. വളരെ നല്ല റിസൾട്ടാണ്. നിമിഷങ്ങൾക്കുള്ളിൽ 1 മിനിറ്റിനുള്ളിൽ റിസൾട്ട് നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കെന്നല്ല ആർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ചുമക്കത്തും ഇല്ല, കളർ പിടിക്കത്തുമില്ല, നല്ല കട്ടക്കറുപ്പായിട്ട് നമ്മുടെ മുടി തിളങ്ങും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ വീടുകളിൽ റേഷൻ കടയിൽ നിന്ന് ഒരുപാട് അരികളൊക്കെ മേടിച്ച് വെക്കുന്നവരല്ലേ നമ്മൾ. അപ്പോൾ അതൊക്കെ ഈ അരികളിൽ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ചെള്ള് കാണും. അപ്പം നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ഒരു സൂത്രങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ചെള്ള് കൂടി വരത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് കിട്ടിയൊരു പണിയാണ്. കാര്യം ആ അരി നമ്മുടെ ചാക്കരിയും കുത്തരിയുമാണ് ഫുള്ള് ചെള്ളായിപ്പോയി കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനെ അരി കളയാനും തോന്നത്തില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈ ചെള്ളിനെ ഫുള്ള് നമ്മുടെ അരികളിൽ നിന്ന് കളയാമെന്ന് നോക്കാം. ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് നമ്മൾ അരി കൊണ്ടുവരുമ്പം ആ അരി ഒരു പാത്രത്തിലേക്ക് കൊട്ടിയിടുക. അത് ചെള്ളുണ്ടെങ്കിൽ, ചെള്ളില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചേക്കുക. അന്നപ്പോൾ കുറച്ച് നേരം വെളിയിൽ തന്നെ വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വെയിലത്തും വെച്ചാൽ വിനാഗിരി ഒഴിച്ച് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെയിലത്ത് വെക്കണമെങ്കിൽ വെയിലത്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ചെള്ളു പോലും ഇല്ലാതെ അരി നല്ലപോലെ ഇരിക്കുകയും ചെയ്യും. ഉള്ള ചെള്ളു ഫുള്ള് ഇറങ്ങിപ്പോകുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുത്തരിയാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ ചാക്കരിയിലേക്ക് കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചാക്കരിയും ഫുള്ള് ഇത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അതിൻ്റെ സൈഡിലെല്ലാം വന്നിരിപ്പുണ്ട്. ആ മുറത്തിൻ്റെ സൈഡിലെല്ലാം ചെള്ളാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഫുള്ള് ചെള്ളാണ്. അപ്പോൾ നമുക്ക് ഇതിലും വിനാഗിരി ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെയിലത്ത് വെക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഇറങ്ങി പോകുന്നത് ഞാൻ കാണിച്ചു തരാവേ. പെട്ടെന്ന് ഇതിൻ്റെ വിനാഗിരിയുടെ ഒരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലായതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇറങ്ങിയാണ്ട് ഭിത്തി വരി കയറുന്ന കണ്ടില്ലേ, നമ്മുടെ ടൈലിൻ്റെ മുകളിൽ കൂടെ വലിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തുരത്താൻ വേണ്ടി ഒരു തുള്ളി വിനാഗിരി മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ലെങ്കിൽ നിങ്ങൾ മേടിച്ചു കുറച്ച് മുളക് പൊടി ഒന്ന് ഈ അരിയിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ അതിനകത്ത് ചെള്ള് കയറത്തില്ല. അപ്പോൾ ചെള്ളില്ലാത്ത അരിയിൽ നിങ്ങൾ ഇതുപോലെ മുളക് പൊടി ഇട്ടിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ ചെള്ള് കയറത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ടിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ബൗൾ എടുക്കുക, ഏത് ബൗളാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഈ ചെള്ള് കയറിയ അരിയുടെ നടുഭാഗത്തായിട്ട് ഒന്ന് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചെള്ള് ഫുള്ളും ആ വിനാഗിരികളിൽ ചത്ത് കിടക്കുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഈ രണ്ടിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുത്തരിയിലെ ചെള്ളും എല്ലാം ഇറങ്ങിപ്പോയായിരുന്നു കേട്ടോ. അത് വെയിലത്തൊന്നും വെക്കേണ്ടി വന്നില്ല. നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാനും പറ്റും. ചെള്ളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ വെറുതെ കളയുകയും ചെയ്യല്ലാരും കേട്ടോ. ഇനി ആരും കളയണ്ടെങ്കിൽ ചെള്ള് കയറിയ അരിനെ എന്നിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണം. ചെള്ള ആ വശത്ത് പോലും വരത്തില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ആ ബൗളിലേക്ക് വെച്ചിരിക്കുന്ന ആ ബൗളിൻ്റെ അങ്ങനേക്ക് ഫുള്ള് ചെള്ളും അതിൻ്റെ അകത്ത് ഇറങ്ങി ചത്ത് കിടപ്പുണ്ട്. ഭയങ്കര ഒരു ഗ്യാസ് പോലെയാണ് ഈ വിനാഗിരിക്കകത്ത് ഉള്ളിലുള്ളത്. അപ്പോൾ ആ ഗ്യാസ് അടിച്ചിട്ട് നമ്മളൊന്ന് മൂടിയും കൂടെ വെക്കുവാണെങ്കിൽ ഫുള്ളും ഇതിൻ്റെ അകത്ത് തന്നെ ചത്ത് വീരും കേട്ടോ. ഫുള്ള് ചെള്ളും അതിൻ്റെ അകത്ത് വീണിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെയിലത്ത് വെക്കാതെ തന്നെ വീട്ടിനുള്ളിൽ വെച്ച് തന്നെ ഇതെല്ലാം മറ്റേ കണ്ടോ അതിൻ്റെ സൈഡിലെല്ലാം ഇപ്പം ഒരുപാടുണ്ട്. അതെല്ലാം മാറിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പച്ചയാക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തെങ്കിൽ ഇത് ആരെയും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് കണ്ടില്ലേ, നമ്മുടെ ടൈലിൻ്റെ മുകളിലൂടെ കണ്ട ചെള്ള്. ഈ ഒരു ചെള്ള് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് അടുത്ത അരികൾ വേറെ ഉണ്ടെങ്കിൽ അതിലേക്കും കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ തന്നെ ഇതിലേക്ക് വിനാഗിരി ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി. ഭിത്തിവരി കയറുന്നതിനെല്ലാം വിനാഗിരി ഒന്ന് സ്പ്രേ ചെയ്ത് വിടുകയാണെങ്കിൽ അത് ചത്ത് വെക്കോളും കേട്ടോ. അപ്പോൾ നല്ല അരിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ടിപ്പല്ല, ഇതൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ ഗ്യാസിന് ഭയങ്കര ക്ഷാമമാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഗ്യാസ് കിട്ടണമെങ്കിൽ ബുക്കിങ്ങിനൊക്കെ 45 ദിവസം കഴിയണമെന്നൊക്കെയാണ് ഇപ്പോഴത്തെ നിയമം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്യാസ് വേണം. വിറകടുപ്പില്ലാത്തവർക്കും തീ കത്തിക്കണ്ടേ. അപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റുന്നൊരു സാധനം ഈ പ്രൊഡക്റ്റ് കേട്ടോ. നല്ലൊരു ഇൻഡക്ഷൻ കുക്കറാണിത്. അപ്പോൾ ഇത് ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ഇൻഡക്ഷൻ കുക്കറല്ല ഇത് നമുക്കിത് എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കാം. ചട്ടി, മൺചട്ടി, അലുമിനിയം, സ്റ്റീൽ, സർവ്വ പാത്രങ്ങളും ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മുടെ സാധാ ഇൻഡക്ഷൻ അടുപ്പിൻ്റെ ഒരു മോഡലേ അല്ല ഇത്. കാര്യം ഇതിനകത്ത് കനൽ കിടക്കുന്ന പോലെയാണ്. ഇത് കറണ്ടിൽ ഉപയോഗിക്കുന്നതാണ്. കനൽ ഇതിനകത്ത് കത്തി കിടക്കുന്ന പോലെയാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇത് കണ്ടില്ല, ചുമന്ന കളർ കിടക്കുന്ന നല്ല ചൂടാണ്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ വെള്ളം വെച്ച് വരുമ്പോഴത്തേക്ക് ആദ്യമേ
സമയം പെട്ടെന്ന് നമ്മുടെ ഇൻഡക്ഷൻ അടുപ്പിൽ വെക്കുന്ന മറ്റേ ഇൻഡക്ഷൻ അടുപ്പിൽ വെക്കുന്ന രീതിയിൽ പെട്ടെന്ന് വെള്ളം തിളക്കത്തില്ല. ഇത് നല്ലപോലെ കനൽ ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം തിളക്കത്തുള്ളൂ കേട്ടോ. അത് പിന്നെ ആ ചൂട് കുറയത്തുമില്ല. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം, പാചകം ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെയുള്ള അടുപ്പുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെക്കുക. നമ്മൾ കറി വെക്കേണ്ടതും എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സമയം ലാഭമാവും, ഗ്യാസും ലാഭമാവും, അതുപോലെ തന്നെ കറണ്ട് ബില്ലും ലാഭമാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ആ ഗ്രില്ല് കാണിച്ചില്ലേ, ആ ഗ്രില്ലിൽ നമുക്ക് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കാം, പിന്നെ മീൻ ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനാണ് ആ ഗ്രില്ല് ആ രീതിയിൽ വെച്ചിട്ട് അതിന് മുന്നിൽ മസാലയൊക്കെ പുരട്ടി വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൺചട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. പക്ഷേ ഇതിനെല്ലാം നിങ്ങൾക്ക് ഈ മൺചട്ടിക്കൊക്കെ അടിയിൽ നല്ലൊരു പരപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം വേഗം. പരപ്പില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഈ കൂർത്തല്ല ചട്ടിയുടെ ഒക്കെ ഇരിക്കുന്നത്, അതൊക്കെ നല്ല പരന്ന ചട്ടിയാണ്, പരന്ന സ്റ്റീൽ പാത്രമാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ ചൂടാകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ കുക്കർ, ഏത് കുക്കറും വെക്കാം, അലുമിനിയം ഏത് കുക്കറും വെക്കാം. എന്നിട്ട് നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഗ്യാസ് ഇല്ലെങ്കിൽ തന്നെ എല്ലാം പെട്ടെന്ന് നമുക്ക് പുട്ടും ഉണ്ടാക്കാം. അത് കണ്ടില്ലേ, ഇതേ രീതിയിൽ നമ്മൾ ഗ്യാസ് അടുപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഗ്യാസ് അടുപ്പ് എങ്ങനെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ തന്നെ ഈ അടുപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ലതാണ് കേട്ടോ, എനിക്ക് നല്ല ഇതായിട്ടാണ് തോന്നിയത്, നല്ല ചൂടുമാണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, ഇക്കാലത്തുണ്ടാകുന്ന അകാല നര. ഈ നരയെ നമ്മൾ എന്തോരം നോക്കിയെന്ന് പറഞ്ഞാൽ കെമിക്കൽ മേടിച്ചടിച്ചൊക്കെ നമ്മുടെ മുടി കളറടിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ ഈ മുടി നര മാറാൻ ഭയങ്കര പാടാണ് അല്ലേ. അപ്പോൾ ഈ നരേനെ നമുക്ക് മാറ്റിയെടുക്കാം ഈ രീതിയിൽ. ഈ പൊടിയിൽ ഒരു സൂത്രം ചെയ്താൽ മാത്രം മതി. ഇനി 80 വയസ്സിലും മുടി നരയ്ക്കത്തില്ല. നരച്ച മുടീനെ കട്ടക്കറുപ്പാക്കാൻ ഇത് മാത്രം മതി, നമ്മുടെ നീലാമരി. പക്ഷെ നീലാമരി ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ നരച്ച മുടിയിൽ ഒരിക്കലും കളർ പിടിക്കത്തില്ല, ബ്ലാക്ക് കളർ പിടിക്കത്തില്ല, അത് കറുക്കത്തുമില്ല. പകരം ആദ്യമേ നിങ്ങൾ ഹെന്ന ചെയ്തിരിക്കണം. ഹെന്ന ചെയ്തതിന് ശേഷം മാസത്തിൽ ഒന്നെങ്കിലും നിങ്ങൾ ഹെന്ന ചെയ്യുക, അതിനുശേഷം വേണം നമ്മുടെ നീലാമരി പെട്ടാൻ. അപ്പോൾ നീലാമരിയുടെ ഇതൊരു 3 മാസത്തോളം കളർ നിലനിൽക്കേണ്ട ഒരു സീക്രട്ടൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇക്കയുടെ മീശയിലും കുട്ടിയുടെ തലയിലും അങ്ങനെ പെരട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. കുട്ടിയുടെ തലയിൽ പെരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കയുടെ മീശയിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്, മീശയ്ക്ക് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അല്ലെ 1.5 ടീസ്പൂണോളം നമ്മുടെ നീലാമരിപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക. ഇതുകൂടെ ചേരുമ്പം മുടിക്ക് ഭയങ്കരമായിട്ട് കറുത്ത കളർ കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ നീലാമരി മാത്രം പെരട്ടുവാണെങ്കിൽ പെട്ടെന്ന് കറുക്കാതെ, അത് ഇരിക്കെ മുടി കറുക്കുമെങ്കിലും ഒറ്റ യൂസില്ല, മുടി കഴിയുമ്പോൾ ആ ഒരു കറുപ്പ് നിറം നിലനിൽക്കാനായിട്ടും സഹായിക്കുന്നതാണ് നമ്മുടെ കോഫി പൗഡർ. ഈ കോഫി പൗഡറും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പൂടി ഇടുക, ഒരുപാട് ഉപ്പിടരുത്, ഒരു നുള്ളു ഉപ്പ് മാത്രമേ ഇടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അലോവേര ജെല്ലിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ല് തന്നെയാണ് എടുത്തിരിക്കുന്നത്, അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നരച്ച മുടിയാണേലും മീശയാണേലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ടൈം ഇരിക്കാൻ പറ്റുമോ അത്രയും ടൈം ഇരിക്കുക, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ 1-2 മണിക്കൂറൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. കുളിക്കുന്നതിന് മുമ്പ് തലയിൽ തേക്കുവാണെങ്കിൽ, വീട്ടമ്മമാരൊക്കെയാണ് കുളിക്കുന്ന മുമ്പ് തലയിൽ തേക്കുവാണെങ്കിൽ ആ കുളിക്കുന്ന സമയത്ത് കഴുകി കളഞ്ഞാലും മതി. പക്ഷേ ഇത് തലയിൽ വെക്കുമ്പോൾ, മീശ വെക്കുമ്പോൾ ഒരുപാട് ഉണങ്ങി ഡ്രൈ ആയി പോകരുത്, ഒരു നനവോട് കൂടി വേണം നിങ്ങളിത് കഴുകി കളയാനും കേട്ടോ, മറക്കരുത്, അത് ശ്രദ്ധിക്കണം. ഒരുപാട് ഡ്രൈ ആയി പോകാതെ ഒരു നനവോട് കൂടി വേണം ഇത് കഴുകി കളയാനും. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മീശ നരച്ച മുടി എവിടെയാണോ ഉള്ളത്, അപ്പോൾ നിങ്ങളുടെ മുടി നരച്ച ഒരു വശത്താണെങ്കിൽ അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി, മുടി തല മുഴുവനും വെക്കണമെന്നില്ല. അപ്പോൾ മുടി മുഴുവൻ നരച്ചിട്ടുണ്ടെങ്കിൽ അത് ഹെന്ന ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ നീലാമരിപ്പൊടി ഇതുപോലെ ഒന്ന് എടുക്കുക, എന്നിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ കഴുകി കളഞ്ഞാൽ, നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളയും. എണ്ണമയം ഇല്ലാത്ത മുടിയിൽ വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ. എണ്ണമയമുള്ള മുടിയിൽ അപ്ലൈ ചെയ്യില്ല, കളർ പിടിക്കത്തില്ല, ബ്ലാക്ക് കളർ പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇപ്പം എനിക്കടെ മീശയിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ചെറിയ ഹെയറൊക്കെ കണ്ടില്ലേ, നല്ലപോലെ ഇത് നരച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താണ് ഇത് കറുപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ചോദിക്കും പുള്ളിക്കാരൻ്റെ മീശ കറുത്താണല്ലേ ഇരിക്കുന്നത്, ഇതിന് മുകളിൽ ചെയ്ത് കാണിക്കാൻ നരച്ച മുടിക്കണം. ഇങ്ങനെ ഞാൻ ചെയ്തത് കൊണ്ടാണ് ഇതേ രീതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ മാസത്തിൽ 3 മാസം കൂടുമ്പോൾ നിങ്ങളിത് ചെയ്താൽ മതി, അത്രയ്ക്ക് റിസൾട്ടാണ്. മാസത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്യട്ടോ. കണ്ടോ, നല്ല കറുപ്പാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ഈ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.